ക്യാപ്റ്റൻ രാജേന്ദ്രൻ, ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെയും ചർച്ചയിൽ ഈ വിഷയത്തിൽ പറഞ്ഞതുപോലെ ഒരു മേജർ കോൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സെക്കൻഡുകൾക്കുള്ളിൽ ആ ദുരന്തം സംഭവിക്കുകയും ചെയ്തു. അതിൽ ക്യാപ്റ്റനോ കമാൻഡിൽ ഇരുന്ന ആൾക്കോ കോപ്പൈലറ്റിനോ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് അങ്ങനെ ഒരു സാഹചര്യം അത്രയും സമയത്തിനുള്ളിൽ, ഇതിപ്പം റൺവേയിലൂടെ പോകുന്ന സമയത്ത് ഇത് സംഭവിക്കില്ല, ഉയർന്നതിന് ശേഷം മാത്രം. ഉയർന്നതിന് ശേഷമുള്ള അത്രയും സെക്കൻഡുകൾക്കുള്ളിൽ ഈ ഇപ്പം നേരത്തെ ശ്രീ മാക്സിസ് പറഞ്ഞതുപോലെ തന്നെ ഈ 2 എഞ്ചിനുകളുടെയും ഈ ഇന്ധന നിയന്ത്രണ സംവിധാനം 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം ഇല്ലാതാക്കാനുള്ള സമയമൊക്കെ ഇവർക്ക് കിട്ടിയിരുന്നു എന്ന് വിചാരിക്കുന്നത് പ്രായോഗികമാണോ? തീർച്ചയായും അല്ല. ഞാൻ മിസ്റ്റർ ഒ വി മാക്സിസ് പറഞ്ഞതിനോടും മിസ്റ്റർ ചെറിയാൻ പറഞ്ഞതിനോടും യോജിക്കുന്നു. ഇതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇതൊരു മാൻമെയ്ഡ് അല്ലെങ്കിൽ ഒരു പൈലറ്റ് ആക്ടിവേറ്റ് ചെയ്തൊരു ക്രാഷാണെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. അതിനുള്ള സമയം ഇപ്പോൾ മിസ് മാധു പറഞ്ഞതുപോലെ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല അവിടെ. അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിനെ ഓരോ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സമയം പോലും ഉണ്ടായിരുന്നില്ല. ഏകദേശം 37 സെക്കൻഡുകൾക്കകം എല്ലാം കഴിഞ്ഞു. ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളത് അതിപ്പോഴും ഒരു ക്വസ്റ്റ്യനായിട്ട് അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ ഫുൾ റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് അതിലോട്ട് എത്താൻ കഴിയത്തുള്ളൂ. പിന്നെ ഈ ഹ്യൂമൻ എറർ ഉണ്ട്, അതൊരു സത്യമാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇന്ന് ഒരു കോംപ്ലക്സ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ എത്രത്തോളം മനുഷ്യന് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാൻഫോർഡിലും ഓക്സ്ഫോർഡിലും എല്ലാം അതിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് അത് ഏവിയേഷനിൽ ഹ്യൂമൻ ഫാക്ടേഴ്സ് വളരെ ഒരു ത്രസ്റ്റ് ഏരിയ ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇനി പൂർണ്ണമായിട്ടുള്ള ഈ അന്വേഷണത്തിൽ തീർച്ചയായിട്ടും അതെല്ലാം വരും. നമുക്ക് ഇപ്പോൾ എടുത്തു നോക്കിയാൽ ഒരു 15 വർഷത്തെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ 2015 ജർമ്മൻ വിങ്സിൽ ഒരു പൈലറ്റ് ക്രാഷ് ചെയ്തു, MH370 2014. ഇനി 2022 ചൈനീസ് ഈസ്റ്റേൺ എയർലൈൻസിൻ്റെ ഒരു ബോയിങ് 737. ആ ക്രാഷ് എന്ന് പറഞ്ഞാൽ 21,000 ഡയറക്റ്റ് വെർട്ടിക്കലി ഡൗൺ ആയിട്ടാണ്. അത് ഒരിക്കലും സാധിക്കാത്തതാണ്. ഒരു എയർക്രാഫ്റ്റിന്, ഒരു എയ്റോപ്ലെയിൻ ഒരിക്കലും വെർട്ടിക്കലി ഡൗൺ വരില്ല. എയറോഡൈനാമിക് റീസൺ കാരണം അത് വരില്ല. അപ്പോൾ അതെല്ലാം ഉണ്ട്, നമുക്ക് ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ട് നമ്മളത് നിഷേധിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ. പക്ഷേ ഈ ഒരു ആക്സിഡൻറ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഒരു സാധ്യത നമുക്ക് തീർച്ചയായിട്ടും തള്ളിക്കളയാം.